ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ മുരിങ്ങയിലയാണ് ഇന്നത്തെ പരിപാടി താരം. ഓക്കെ, വരൂ. പൊന്ന് ഗൈസ്, എന്തിനു നീ പിണക്കം എന്നോട്? എന്തിനു? ചെറിയ ഇളകിയതാണ്, ചെമ്പരത്തി ഇട്ടിരുന്നതാ. അപ്പോൾ നമ്മുടെ മുരിങ്ങയില എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അത് ഓൾറെഡി പറഞ്ഞാണല്ലോ അല്ലേ, സോറി. പിന്നെ നമ്മുടെ ഹെയർ കെയറിന്റെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. ഓൾറെഡി 3 ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്, 4ാമത്തെ ദിവസമാണിത്. ഓക്കെ, 3 ദിവസം ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച 3 ദിവസം ചെയ്താൽ മതിയാവും അത്. ഓക്കെ, പിന്നെ നാച്ചുറൽ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. എന്നാലും നിങ്ങളൊരു ആഴ്ച 3 ദിവസം ചെയ്താൽ മതിയാവും. പിന്നെ അടുത്ത 3 ദിവസത്തെയാണ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് പാക്ക് ആണ് കേട്ടോ, ഹെയർ പാക്ക്. നമ്മുടെ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പം കുറച്ച് മുരിങ്ങയിലയും അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇത് അടർത്തി ഇതിനകത്തിടാം. ഓക്കെ, പൊന്നു ഗൈസ്, ഇനി ഇതിനകത്ത് ചേർക്കേണ്ട സാധനം മുട്ടയുടെ വെള്ള. ഓക്കെ, ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ തണ്ട് കളയണ്ട കേട്ടോ, ഈ തണ്ടിൽ നല്ല ഗുണമുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ വേറെ സ്മേക്ക് കത്രിക ഇതേ ഇതും കൂടെ നമുക്ക് അതിനകത്ത് മുറിച്ച് ചേർക്കാം കേട്ടോ. ഈ തണ്ട് ആദ്യം ഇല അരച്ചതിന് ശേഷം ഈ തണ്ടും കൂടെ ഇട്ടാൽ നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. ദേ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ, ദേ നമ്മുടെ നല്ല അടിപൊളി പേസ്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുരിങ്ങയില പേസ്റ്റ്, മുരിങ്ങയില മുട്ടയും കൂടെ, മുട്ടയുടെ വെള്ള ദേ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, മുടിയൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നമുക്ക് മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുടിയുടെ സ്കാൽപ്പിലാണ് തേക്കേണ്ടത്. അതായത് നമ്മുടെ മുടിയുടെ തലയോട്ടിയിലാണ് തേച്ച് പിടിക്കുന്നത്. ഓക്കെ, കുറച്ച് കുറച്ചായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമുക്ക് മുടി നന്നായിട്ട് കെട്ടിവെക്കാം. ബാക്കി വന്നൊക്കെ ഞാൻ നന്നായിട്ട് തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ പോയി ജോലി ചെയ്യുക, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ് മാത്രം മതി കേട്ടോ, ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്ര മതി. ഓക്കെ, അപ്പം അത്രേ ഉള്ളായിരുന്നു. ഇനിയിപ്പം കുറച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് പിന്നെ കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം മുടിയല്ല വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പറാണ് കേട്ടോ. ഇച്ചിരി പൊടികളൊക്കെ കാണും, അതങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ കൊട്ടിക്കളഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് ആ പൊടിയൊക്കെ ഒന്ന് പൊക്കോളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ ആ തണ്ടുണ്ടല്ലോ, അതിന്റെ ഒക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ. പക്ഷെ ഷാമ്പു ഇട്ടപ്പോൾ നല്ല നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ വെള്ളയും ഇതും കൂടെ ആയതുകൊണ്ട്, മുരിങ്ങയിലയും കൂടെ ആയതുകൊണ്ട്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും. ഞാൻ കയ്യിൽ തന്നെ അതിന്റെ സൂപ്പാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞൊന്ന് വിശക്കുന്നു. അപ്പൊ സൂപ്പ് എടുത്ത് കുടിച്ചോണ്ടിരിക്കുകയാണ്. അടിപൊളി സൂപ്പ്, സുമിയ സൂപ്പ്. അപ്പൊ ഇന്ന് ഡേ 4, 3 ദിവസം അങ്ങനെ ചെയ്തിട്ട് അതിനുശേഷം ഒരു 3 ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ദിവസം ഈ പായ്ക്ക്. ഓക്കെ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ.
അടുത്ത ദിവസം നാളെ അടുത്ത വീഡിയോ വരുന്നത്. ഇനി അടുത്ത 3 ദിവസം അടുപ്പിച്ചുണ്ടാവും. ഓക്കെ, അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് പ്രത്യേകം കമന്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം വീഡിയോ ഇതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.